നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. DCMS വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. അൽമായ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ലത്തീൻ അതിരൂപത DCMS ക്രിസ്മസ് ആഘോഷവും വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കലും നടന്നു. ഡിസംബർ 27-ന് ആനിമേഷൻ സെന്ററിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ DCMS അതിരൂപത പ്രസിഡന്റ് ശ്രീ ജോർജ് എസ് പള്ളിത്തറ അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടനവും ക്രിസ്മസ് സന്ദേശവും അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ തോമസ് ജെ നെറ്റോ നിർവഹിച്ചു. മോക്ഷം 2025 ലഹരിക്കെതിരെ യുവജന സംഗമം നടത്തി പുല്ലുവിള സാമൂഹ്യ ശുശ്രൂഷ സമിതി. കരിങ്കുളം ഫാത്തിമ മാതാ കമ്മ്യൂണിറ്റി കോളേജ് ഓഡിറ്റോറിയത്തിൽ മോക്ഷം 2025 എന്ന പേരിൽ നടന്ന പരിപാടി പൂവാർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SI സാജൻ ഉദ്ഘാടനം ചെയ്തു. ഫാത്തിമ മാതാ കമ്മ്യൂണിറ്റി കോളേജ് കോർഡിനേറ്റർ സ്റ്റെല്ല മേരി അധ്യക്ഷത വഹിച്ചു. ഫൊറോന ഇൻചാർജ് കോർഡിനേറ്റർ സോജൻ, പുല്ലുവിള ഫൊറോന റീജിയണൽ ആനിമേറ്റർ വളർമതി, ആനിമേറ്റർ ശ്രുതി എന്നിവർ സംസാരിച്ചു. വികാസ് നഗർ ഇടവകയിൽ ലീജൻ ഓഫ് മേരി പ്രസീഡിയം രൂപീകരിച്ചു. ജനുവരി 22 ബുധനാഴ്ച 15 അംഗങ്ങൾ പങ്കെടുത്ത ആദ്യ യോഗത്തിൽ ലൂർദ് മാതാ പ്രസീഡിയം എന്ന പേര് നൽകി. തസേര പ്രാർത്ഥനയോടെയാണ് പ്രസീഡിയം ആരംഭിച്ചത്. സൗത്ത് കൊമീസിയം വൈസ് പ്രസിഡന്റ് ബ്രദർ ജെയിംസ്, ട്രഷറർ ബ്രദർ ടെന്നി, പാളയം കൂരിയ വൈസ് പ്രസിഡന്റ് ബ്രദർ തോമസ് കുര്യൻ, ഫെറോന അൽമായ ശുശ്രൂഷ ആനിമേറ്റർ ശോഭ ഷിജു എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രസിഡന്റ് തങ്കമണി നെൽസൺ, വൈസ് പ്രസിഡന്റ് മോളി ലോപ്പസ്, സെക്രട്ടറി അനിത എ, ട്രഷറർ റേച്ചൽ ആന്റണി എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:30 മണിക്കായിരിക്കും ലീജൻ മീറ്റിംഗ്. സർക്കാരിന്റെ വിനാശകരമായ തീരുമാനം പിൻവലിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ കമ്മീഷൻ. പാലക്കാട് സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി ഡിസ്റ്റിലറി അനുമതി നൽകിയ സർക്കാരിന്റെ വിനാശകരമായ തീരുമാനം പിൻവലിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹാനോൻ മാർ തിയോഡീഷ്യസ് KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമരജ്വാല സമരപരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിൽ നിർവഹിച്ചു. പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത KCYM-ന് പുതിയ നേതൃത്വം. പ്രസിഡന്റ് ജോൺ ബ്രിട്ടോ വാൾട്ടർ, ജനറൽ സെക്രട്ടറി രാജീവ് ആർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 2025-26 കാലഘട്ടത്തെ അതിരൂപത സമിതി സഹായ മെത്രാൻ ഡോക്ടർ R ക്രിസ്തുദാസിന്റെ സാന്നിധ്യത്തിൽ ചുമതലയേറ്റു. വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ വെച്ച് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മുൻ പ്രസിഡന്റ് സനു സാജൻ പടിയറയിൽ അധ്യക്ഷത വഹിച്ചു. രൂപത KCYM ഡയറക്ടർ ഫാദർ ഡാർവിൻ ഫെർണാണ്ടസ്, ആനിമേറ്റർ സിസ്റ്റർ ആൻസിമോൾ, മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇമ്മാനുവൽ മൈക്കിൾ, മുൻ രൂപത പ്രസിഡന്റ് ബേസിൽ ഷിബു എന്നിവർ പുതിയ സമിതിക്ക് ആശംസകൾ നേർന്നു. ബാംബിനോസ് കോവളം ഫെറോന KCYM-ന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന പരിപാടി. കോവളം ഫെറോന KCYM-ന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജനുവരി 24-ന് പൊന്നുമംഗലം സെന്റ് ജോസഫ് പ്രീ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് റിപ്പബ്ലിക് ദിന സന്ദേശവും കലാകായിക പരിപാടികളും സമ്മാന വിതരണവും നടത്തി. പ്രസ്തുത പരിപാടിയിൽ കോവളം ഫെറോന KCYM ഡയറക്ടറും വിഴിഞ്ഞം ഇടവക സഹവികാരിയുമായ ഫാദർ ടിനു ആൽബിൻ സേവ്യർ, പൊന്നമംഗലം ഇടവക വികാരി ഫാദർ അജിത് ആന്റണി, KCYM കോവളം ഫെറോന പ്രസിഡന്റ് ജിനു MA, സെക്രട്ടറി അനുജ രാജൻ, ജോയിന്റ് സെക്രട്ടറി മനു മോഹൻ, കോവളം ഫെറോന കൗൺസിലറും KCYM-ന്റെ തിരുവനന്തപുരം അതിരൂപത സെക്രട്ടറിയുമായ വിമിൻ M വിൻസെന്റ്, കൗൺസിലർ ടിരൺ എന്നിവരോടൊപ്പം 15ഓളം യുവജനങ്ങളും പങ്കെടുത്തു. തൂത്തൂർ ഫെറോനയിലെ വള്ളവിള ഇടവകയിൽ ഹോമിഷന് തുടക്കം കുറിച്ചു. തൂത്തൂർ ഫെറോനയിലെ വള്ളവിള ഇടവക സെന്റ് മേരീസ് ദേവാലയത്തിൽ കുടുംബ കേന്ദ്രീകൃത അജപാലന യജ്ഞത്തിന് തുടക്കം കുറിച്ചു. 2025 ജനുവരി 19 രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ക്രിസ്തുദാസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ അതിരൂപത BCC കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ, വള്ളവിള ഇടവക വികാരി ഫാദർ ടോമി തോമസ്, സഹവികാരി ഫാദർ രാജേന്ദ്രൻ, ഫാദർ സാന്തിയാഗോ, ഡീക്കൻ അരുൺ എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികരായി. അതിരൂപതയിലെ 24 സന്യാസ ഭവനങ്ങളിൽ നിന്നുള്ള സന്യാസിനികൾ പ്രസ്തുത ബലിയർപ്പണത്തിൽ പങ്കുകാരായി. ദിവ്യബലി അർപ്പണവേളയിൽ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു കൽപ്പിച്ചത് ചെയ്യുവാൻ പറഞ്ഞ മറിയത്തിന്റെ വാക്കുകൾ ഇന്ന് ഈ ഇടവകയിൽ പ്രതിധ്വനിക്കുന്നതായി സഹായമെത്രാൻ പങ്കുവച്ചു. യേശു ആഗ്രഹിക്കുന്നത് കുടുംബ കേന്ദ്രീകൃത അജപാലന യജ്ഞത്തിലൂടെ നിവർത്തിതമാകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ക്രിസ്തുദാസ് പിതാവ് ആഹ്വാനം ചെയ്തു. ഒരുക്കം 2025 BCC ആനിമേറ്റേഴ്സിനും കോർഡിനേറ്റേഴ്സിനും പരിശീലന പരിപാടി നടന്നു. അതിരൂപത BCC കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ BCC സിസ്റ്റർ ആനിമേറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് എന്നിവർക്കായി ഒരുക്കം 2025 എന്ന പേരിൽ വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ വച്ച് ജനുവരി മാസം
17, 18 തീയതികളിൽ പരിശീലന പരിപാടി നടന്നു. പ്രസ്തുത പരിശീലനത്തിൽ അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന് 155ഓളം സന്യസ്തരും അൽമായരും പങ്കെടുത്തു. മോക്ഷം 2025 ലഹരിക്കെതിരെ കുട്ടികൾക്കായി ഫുട്ബോൾ മത്സരം നടത്തി പുല്ലുവിള ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതി. ലഹരിക്കെതിരെ കുട്ടികൾക്കായി ഫുട്ബോൾ മത്സരം നടത്തി പുല്ലുവിള ഫെറോന സാമൂഹ്യ ശുശ്രൂഷ മധ്യം പരിസ്ഥിതി കമ്മീഷൻ പൂവാർ SBFA ഗ്രൗണ്ടിൽ മോക്ഷം 2025 എന്ന പേരിൽ നടന്ന പരിപാടി പൂവാർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥ ശ്രീമതി റാണി ഉദ്ഘാടനം ചെയ്തു. മധ്യം പരിസ്ഥിതി കമ്മീഷൻ കോർഡിനേറ്റർ എബി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫെറോന റീജിയണൽ ആനിമേറ്റർ വളർമതി, ശ്രുതി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പള്ളമിടവകയിൽ SG സംഘങ്ങളുടെ മാസചന്ത ഒരുക്കി സാമൂഹ്യ ശുശ്രൂഷ. സ്വയം സഹായ സംഘങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണവും സംരംഭകത്വം വികസനവും സാധ്യമാക്കുന്നതിന്റെ ഭാഗമായി പുല്ലുവിള ഫെറോനയിൽ പള്ളമിടവകയിൽ SG അംഗങ്ങളുടെ മാസചന്ത ഒരുക്കി. ജനുവരി 25 ശനിയാഴ്ച നടന്ന പരിപാടി പള്ളമിടവക വികാരി ഫാദർ തദേവൂസ് അരുളപ്പൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.